നടിപ്പിൻ നായകൻ ഈസ് ഫ്ലെക്സിങ് ഹിസ് ബോക്സ് ഓഫീസ് മസിൽ ഇൻ പവർ സ്റ്റൈൽ ഗത്ത അഴക. അത് സംഭവിച്ചിരിക്കുന്നു. ഒ ജി കംബാക്ക് മൊമെൻറ്റ്, ദ റിയൽ ഒ ജി കംബാക്ക് മൊമെൻറ്റ് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇപ്പം തിയേറ്ററിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സെലിബ്രേറ്റ് ദിസ് ഫിലിം ഈസ് മെയ്ഡ് ഫോർ ഗ്രാൻഡ് തിയേറ്ററിക്കൽ വാച്ച്. അതിപ്പോഴേ പറഞ്ഞേക്കാം, നോട്ട് ആൻ ഒ ടി ടി സ്റ്റഫ്. ഇതൊരു റിവ്യൂ അല്ല, അതും പറഞ്ഞേക്കാം. ആസ് എ തെളപതി ഫാൻ, ഞാൻ സൂര്യ ഫാൻ അല്ല, നടിപ്പിൻ നായകൻ്റെ അൻപാന ഫാൻ അല്ല, അത് പറഞ്ഞേക്കാം. ആസ് എ തെളപതി വെറിയൻ, തെളപതി ഫാൻ, ഐ ആം വെരി വെരി ഹാപ്പി ഫോർ ഹിം. കാര്യം എൻ്റെയൊക്കെ കുട്ടിക്കാലം മീൻസ് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടിരുന്ന ആ സമയത്ത് ഇവിടെ ലാലേട്ട മമ്മൂക്ക ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ നടത്തിയേക്കുന്ന ഫാൻ ഫൈറ്റാണ് സൂര്യ വിജയ്. അതൊരു സംഭവം തന്നെയായിരുന്നു. ആ സമയത്ത് രസമായിരുന്നു. 2013 സൂര്യയുടെ ലാസ്റ്റ് തിയേറ്ററിക്കൽ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള സിംഗം 2 റിലീസായി. ആ ഒരു തകർപ്പൻ സംഭവത്തിന് ശേഷം അത് നടന്നിട്ടില്ല. അതായത് ആ ഒരു ഫാൻ ഫൈറ്റ് വലിയ ശക്തമായിട്ട് നടത്തിയിട്ടില്ല. വിജയുടെ വൺ മാൻ ഷോ, വൺ മാൻ ഡൊമിനൻസ് ആയിരുന്നു ബോക്സ് ഓഫീസിൽ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്. സൂര്യ അങ്ങ് സൈഡായി ഒരു 10-13 വർഷമായിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് വർഷങ്ങളിലൊക്കെ നമ്മൾ വിജയ് ഫാൻസ് ആണെങ്കിൽ സൂര്യനെ ട്രോളുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങോട്ടൊരു രസമില്ലാതായി. കാര്യം വിജയ് മാത്രം ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്നു. വിജയുടെ പൊട്ടപ്പടം പോലും ബോക്സ് ഓഫീസിൽ വൻ സക്സസ് ആവുന്നു. സൂര്യ എത്ര നല്ല സിനിമ, അതായത് 24 പോലൊരു സിനിമ കൊടുത്തിട്ടും ബോക്സ് ഓഫീസിൽ ഒരു വൻ വിജയം ഉണ്ടാക്കാൻ പുള്ളിക്ക് സാധിക്കുന്നില്ല. ആ രീതിയിൽ ബോക്സ് ഓഫീസ് പവർ സൂര്യയുടെ താഴേക്ക് പോവുകയും വിജയുടെ ഇങ്ങനെ മേലോട്ട് കയറുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മൾ ആദ്യമൊക്കെ എൻജോയ് ചെയ്തു, ആസ് എ വിജയ് ഫാൻ എൻജോയ് ചെയ്തു. പക്ഷേ പിന്നെ അങ്ങോട്ട് അണ്ണനൊരു കോമ്പറ്റീഷൻ ഇല്ല. കേരളത്തിലൊരു കോമ്പറ്റീഷൻ സൂര്യയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു കോമ്പറ്റീഷൻ ഇല്ലാതായപ്പോഴത്തേക്കും ആ ഒരു രസം അങ്ങ് പോയി. ഇപ്പം കോമ്പറ്റീഷൻ വരുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് സൂര്യണ്ണൻ തിരിച്ചു വരുമ്പോൾ അണ്ണനും പോയി. സോ എന്ത് പറയണമെന്നറിയത്തില്ല. ഇതൊരു റിവ്യൂ അല്ല, നമ്മുടെ ഒരു ഫീലിങ്സ് ആണ്. ആസ് എ വിജയ് ഫാൻ, സൂര്യയുടെ കംബാക്ക് ആഗ്രഹിച്ചിരുന്നൊരു വിജയ് ഫാൻ എന്ന നിലക്ക് ഇത്രയും നാളായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് പോയാലോ? ഹലോ സിനിഫൈൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. 2026 എന്ന് പറയുന്ന ഈ വർഷം കോളിവുഡ് ഫിലിം ഇൻഡസ്ട്രീനെ സംബന്ധിച്ച് അത്ര നല്ല വർഷമൊന്നുമില്ല. ഇതുവരെ ഒരു 100 കോടി പടം ഈ വർഷം അവിടെ സംഭവിച്ചിട്ടില്ല. ശിവകാർത്തികേയൻ്റെ പരാശക്തി വന്നു, നമ്മുടെ കറ ധനുഷിൻ്റെ പടം വന്നു, ലൈക്ക് പ്രദീപ് രംഗനാഥൻ്റെ പടം. ഈ 3 നടന്മാർക്കും 100 കോടി നേടാൻ പൊട്ടൻഷ്യലുള്ള ആക്ടേഴ്സാണ് ഇവർ 3 പേരും. ഇവരുടെ 3 പേരുടെയും സിനിമകൾ വന്നിട്ടും അത് സംഭവിച്ചില്ല. ഇപ്പം ലിസ്റ്റിലേ ഇല്ലാത്ത ഒരുത്തം വന്ന് തൂക്കി അടിച്ച് പറത്താൻ പോകേണ്ട 100 സൂര്യയുടെ കരിയറിലെ ഫസ്റ്റ് 200 കോടിയും ഈ വർഷത്തായത്തെ 200 കോടിയും ലിസ്റ്റിലേ ഇല്ലാത്ത അണ്ണം തന്നെ വന്ന് തൂക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഹവർലി പ്രീ സെയിൽസ് ഇൻ ബുക്ക് മൈ ഷോ ഇൻ കോളിവുഡ്. തളപതി വിജയും സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഒക്കെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. തളപതി വിജയുടെ ലിയോ 80 കെ പെർ ഹവറും സൂപ്പർ സ്റ്റാറിൻ്റെ കൂലിയും അതുപോലെ ജയിലറും 60 to 50 കെ പെർ ഹവർ ആ ലെവലിൽ പോയതാണ്. ഇപ്പം അതും ലിസ്റ്റിലില്ലാത്ത ഒരാൾ വന്ന് 3-ാം സ്ഥാനത്ത് കയറിയിരിക്കുകയാണ്. 45 കെ പെർ ഹവറാണ് ഇന്നലെ പോയത്. ഇന്നും ഇനി നാളെയൊക്കെ ഏത് ലെവലിൽ പോകും നമുക്ക് കണ്ടറിയാം. എന്തായാലും സൂര്യയിൽ നിന്ന് ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ്, അതും ഒരു കംബാക്ക് പടത്തിൽ പുള്ളി കൊടുക്കുന്ന കാണാൻ നേരത്ത് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി സൂര്യ ഫാൻസിനോടൊരു കാര്യം, അത് വേണ്ട, അത് ലാസ്റ്റ് പറയാം. അതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നമുക്കറിയാം അധികം നാൾ സിനിമയിൽ ഉണ്ടാകത്തില്ല, പുള്ളി റിട്ടയർഡ് ആകും. ഉലക നായകൻ കമലഹാസൻ പുള്ളിയും റിട്ടയർഡ് ആകും. തളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് അല്ല സി എമ്മിൻ്റെ കസേരയിലേക്ക് പോയിരുന്നു. അജിത്ത് റൈസിങ്ങിൻ്റെ പുറകെയാണ്. അങ്ങേരും ആ വഴി അങ്ങ് പോവും. സോ ഇനി അങ്ങോട്ട് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള നടൻ ആരാടെ? ഒന്നും പറയാനില്ല, അത് നടിപ്പിൻ നായകൻ സൂര്യ തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. സൂര്യ, ചിമ്പു, ധനുഷ്, നമ്മുടെ ശിവകാർത്തികേയൻ, ഈ റേസിൽ ഈ 4 പേരും കൂടിയാണ് ഇനി ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് കോളിവുഡ്. ഇവർ 4 പേരും തമ്മിലുള്ള ഓട്ടത്തിൽ ഇനി ആരൊന്നാമനായിട്ട് എത്തുമെന്ന് മാത്രം നമുക്ക് കണ്ടാൽ മതി. ഇതിൽ സൂര്യനെ സംബന്ധിച്ച് സൂര്യ പല സ്ഥലങ്ങളിലും ജസ്റ്റ് ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ഒരു റീച്ച് മാത്രമല്ല ഉണ്ടാക്കിയേക്കുന്നത്. ധനുഷ് ഇന്ത്യ മുഴുവൻ റീച്ച് ഉണ്ടാക്കിയ നടനാണ്. പക്ഷേ ഇന്ത്യയിൽ മുഴുവൻ ഫാൻ ബേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഫാൻസ് കാണും, പക്ഷേ ഒരു സ്റ്റാർഡം എന്ന് പറയുന്നൊരു സംഭവം പുള്ളിക്ക് തമിഴ്നാടിന് അപ്പുറത്തേക്ക് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. സൂര്യനെ സംബന്ധിച്ച് തമിഴ്നാട്ടിലും ആന്ധ്ര തെലങ്കാനയിലും കർണാടകയിലും കേരളത്തിലും പുള്ളി അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ 2012 റിലീസായ 7-ാം അറിവ് എന്ന് പറഞ്ഞ സിനിമ ഓർക്കുന്നുണ്ടോ? ഈ 4 സംസ്ഥാനങ്ങളിലും 10 കോടിക്ക് മുകളിൽ അന്ന് ഗ്രോസ് എടുത്തതാണ്. ഇന്നും പല നടന്മാർക്ക് അത് പറ്റിയിട്ടില്ല. ആ ലെവൽ അടിച്ചിട്ടുള്ള നടനാണ് സൂര്യ. ഒരു കാലത്ത് രജനിക്കും മേലെയായിരുന്നു എന്ന് പറഞ്ഞ് പലരും ട്രോളാറുണ്ട്. പക്ഷേ അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. 2012 7-ാം അറിവ് റിലീസായ ആ സമയത്ത് എല്ലാ നോൺ രജനി റെക്കോർഡ്സും അങ്ങേരുടെ പേരിലായിരുന്നു, സൂര്യയുടെ പേരിലായിരുന്നു. നടിപ്പിൻ നായകൻ സൂര്യയുടെ പേരിലായിരുന്നു. അജിത്തും വിജയ് ആ സമയം ബോക്സ് ഓഫീസിൽ ഡൗൺ ആയിരുന്നു, ഫ്ലോപ്പ് പടങ്ങളായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടിരുന്നത്. ആ സമയത്ത് സൂര്യ അങ്ങ് കയറിപ്പോയി. അങ്ങനെ കയറി നിന്ന ഒരു ആക്ടർ 2013 മുതൽ ഇന്ന് വരെ OTTയിൽ റിലീസായ 2 സിനിമകൾ ഒഴിച്ച് ബാക്കി പുള്ളിക്ക് ഹിറ്റെന്ന് പറയാൻ ഒരു പടമേ ഇല്ലായിരുന്നു. തൂക്കിയടിയാണ് ഇന്നലെ നടത്തിയേക്കുന്നത്. കറുപ്പെന്ന് പറഞ്ഞ സിനിമ തമിഴ് സിനിമ ഓഡിയൻസിന്
പ്രത്യേകിച്ച് മാസ് ഫിലിം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഗ്രാൻഡ് തിയേറ്ററിക്കൽ വാച്ച് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു പൈസ വസൂൽ എൻ്റർടൈനർ, ഒരു ക്ലീൻ മാസീവ് എൻ്റർടൈനർ, ഒരു സംശയമില്ല. ഗോഡ് മോഡ് ഓൺ ഫോർ നടിപ്പിൻ നായകൻ ഇൻ ബോക്സ് ഓഫീസ്. നമുക്ക് കാണാം ഏത് ലെവലിലാണ് പുള്ളീനെ അടിക്കാൻ പോകണമെന്ന്. പിന്നെ പുള്ളിയുടെ ഫാൻസിനോട് ഒരു കാര്യം പറയാനുണ്ട്. കാര്യം ഒരു ടൈമിൽ സൂര്യ അജിത്തിനും വിജയ്ക്കും മുകളിൽ ബോക്സ് ഓഫീസിൽ കയറിപ്പോയി. സത്യമാണ്, അജിത്തും വിജയും ഫ്ലോപ്പ് പടങ്ങൾ മാത്രം കൊടുത്തിട്ടിരുന്ന സമയമാണത്. അന്ന് ഓർത്തോണം. ആ സമയത്തായിരുന്നു സൂര്യയുടെ കരിയർ പീക്ക് പടങ്ങൾ ഇറങ്ങിയതും. ആ കയറിപ്പോയ സമയത്ത് അജിത്തുമായിട്ടും വിജയുമായിട്ട് സൂര്യനെ കൊണ്ടുവന്ന് കമ്പയർ ചെയ്തതാണ് സൂര്യ ഫാൻസ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. ആ ഒരു കമ്പാരിസണോട് കൂടി സൂര്യയ്ക്ക് ഹേറ്റേഴ്സ് വർദ്ധിക്കാൻ തുടങ്ങി. അതുവരെ എല്ലാ ആളുകളും സൂര്യയുടെ പടം നല്ലതാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണും. അതിനുശേഷം ഈ ഹേറ്റേഴ്സ് കൂടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അഞ്ചാൻ നല്ലൊരു മാസ് മസാല പടമാണ്, 24 ഒരു കിടിലം പരീക്ഷണ പടമാണ്. ആ 2 സിനിമകൾക്കും ബോക്സ് ഓഫീസിൽ ആ സിനിമകൾ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ അന്ന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പറ്റിയിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം സൂര്യ ഫാൻസ് അജിത്ത് ഫാൻസിനെയും വിജയ് ഫാൻസിനെയും വെറുപ്പിച്ചതാണ്. അഞ്ചാനൊക്കെ അമ്മാതിരി ഡീഗ്രേഡിങ് ആ സമയത്ത് തമിഴ്നാട്ടിൽ കിട്ടിയതാണ്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ലെവലിൽ കിട്ടി. അതിൻ്റെ കാരണം സൂര്യ ഫാൻസിൻ്റെ ഈ ഒരു തൊലിഞ്ഞ കമ്പാരിസണാണ്. അവർ രണ്ടുപേരും സ്റ്റാർസാണ്. സൂര്യ ആസ് എ സ്റ്റാറുമാണ്, പുള്ളി ഒരു കിടിലൻ ആക്ടറുമാണ്, പുള്ളി വേറെ ലീഗിൽ പെടുന്നൊരു നടനാണ്. സൂര്യ വിക്രം എന്നൊക്കെ പറയുന്നത് അത് വേറൊരു ലീഗാണ്. അജിത്ത് വിജയ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് എന്നൊക്കെ പറയുന്നത് വേറൊരു ലെവലാണ്. അപ്പോൾ ഈ കമ്പാരിസൺ തന്നെ മണ്ടത്തിലാണ്. അത് ഇനിയെങ്കിലും നടത്താതിരിക്കുക. സൂര്യനെ ചിലപ്പം ഈ ഒരു പടത്തിലുള്ള ഒരു ഗ്രാൻഡ് കമ്പാക്ക് നടത്തി അജിത്തിൻ്റെ കരിയർ ഹയസ്റ്റ് ഗ്രോസർ ആയിട്ടുള്ള GBU ഗുഡ് ബാഡ് അഗ്ലിയാണ് 200 കോടി 200 കോടിക്ക് മേളിലും എന്തൊക്കെ ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്ത് വരാൻ നേരത്ത് തലേനെ തൂക്കി എന്ന് പറഞ്ഞ് കൊണ്ടാടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ഈ തലാ ഫാൻസ് ഇന്നലെ തലാ ഫാൻസും തളപതി ഫാൻസും കറുപ്പിന് ഹെവി സപ്പോർട്ടാണ് കൊടുത്തിട്ടിരിക്കുന്നത്. ട്വിറ്ററിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ പോയി നോക്കിയാലും മതി. ആ ലെവലിൽ ഇപ്പോൾ ലിയോയുടെ റെഫറൻസ് ഈ പടത്തിലുണ്ട്. വിജയ് ഫാൻസ് അതൊക്കെ വെച്ച് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാണ്. കാര്യം വിജയ് ഫാൻസിന് ഇനി ഇല്ലല്ലോ, അണ്ണൻ്റെ പടം ഇല്ലല്ലോ. അപ്പം ആ രീതിയിലുള്ള സപ്പോർട്ടാണ് സൂര്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ട് യൂസ് ചെയ്യുക, നൻപൻസാക്കി കൂടെ നിർത്തുക. അതല്ലാണ്ട് ഇനി അവരെ വെറുപ്പിക്കാൻ പോരുത്. വെറുപ്പിച്ച് കഴിഞ്ഞാൽ സൂര്യക്ക് ഇനിയുള്ള പടങ്ങളിൽ അത് ഭയങ്കര ഭീഷണിയായിട്ട് മാറും. സൂര്യ ഫാൻസ് മാത്രം വിചാരിച്ചാൽ തമിഴ്നാട്ടിൽ സൂര്യയുടെ പടത്തിനെ കയറ്റിയെടുക്കാൻ പറ്റിയില്ല. ന്യൂട്രൽ ഫാൻസ് ഇറങ്ങണം. ആ ന്യൂട്രൽ ഫാൻസ് ആരാണ്? സൂര്യ ഫാൻസ് അല്ലാത്തവരാണ്. സൂര്യ ഫാൻസ് അല്ലാത്തവരാരാണ്? തമിഴ്നാട്ടിൽ തല ഫാൻസും തളപതി ഫാൻസൊക്കെ ഇടേ. അപ്പം അവരെ വെറുപ്പിക്കാതിരുന്ന സൂര്യ അങ്ങോട്ട് പീക്കായിരിക്കും. സൂര്യയുടെ ഗ്രാഫ്, സിനിമയുടെ സെലക്ഷനും കൂടി നന്നാകണം കേട്ടോ. കയറി അടിക്കും പുള്ളി. എന്തായാലും ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് ഇന്നലെ ആ പടത്തിൻ്റെ ആ ഒരു സംഭവങ്ങൾ കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ആസ് എ തളപതി ഫാൻ ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫാൻ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് അന്ന് നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പം വിജയ് ഫാൻസ് ആണെങ്കിൽ വിജയനെ മാത്രമേ ഇഷ്ടമുള്ളൂ, സൂര്യനെ ഇഷ്ടമല്ല എന്നൊന്നുമില്ല. വിജയോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് സൂര്യ ഫാൻസ് വിജയനെ കുറ്റം പറയുമ്പോൾ തിരിച്ച് പറയുന്നു. ഇതേപോലെ തന്നെയാണ് സൂര്യ ഫാൻസും. വിജയനെ ഇഷ്ടമില്ല എന്നുള്ളൊരു സംഭവമൊന്നും അവർക്കില്ല. അവർക്ക് കൂടുതൽ ഇഷ്ടം സൂര്യനെയാണ്. അപ്പോൾ വിജയ് ഫാൻസ് ഒന്ന് സൂര്യനെ കുറ്റം പറയുന്നു, അവർ തിരിച്ച് പറയുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയാണ്. എന്തായാലും അൻപാന ഫാൻസിൻ്റെ ദിവസമായിരുന്നു ഇന്നലെ. ഇനി അങ്ങോട്ടുള്ള ദിവസം അങ്ങനെ ആകട്ടെ. അജിത്തിൻ്റെ കരിയർ ഹയസ്റ്റ് എന്തായാലും ബ്രേക്ക് ചെയ്യും. സൂര്യ ഈസ് ബാക്ക്, നടിപ്പിൻ നായകൻ ഈസ് ബാക്ക്. കോളിവുഡിൽ ഇനി അങ്ങോട്ട് ഇങ്ങേര് ഭരിക്കും നല്ല രീതിയിൽ. സോ പടം നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.